ദുബായിൽ ഈ ട്രാഫിക് നല്ല ഒഴിഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് അൽമദാം. നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന പോലെയാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത് കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഹത്ത ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ സീറോ ട്രാഫിക്കിൽ എത്താൻ പറ്റും. ഞാൻ ഇന്നലെ DAP മദാമിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. 2021 ഞങ്ങൾ DAP യാത്ര തുടങ്ങിയത്. DAP വരുമ്പോൾ എമിറേറ്റ്സ് റോഡ് അബുദാബി ഡയറക്ഷൻ എടുത്തിട്ട് ലഹബാബ് റോഡിലേക്ക് കയറണം. അങ്ങനെ ഒരു 30 മിനിറ്റിൽ ലഹബാബ് എത്തും. ലഹബാബ് ഒരു 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നസ്വത്തും. നസ്വ ദുബായുടെ ഏരിയ ആണ്. നസ്വയിലും ഇതുപോലെ ഒരുപാട് വില്ലകളുണ്ട്. നസ്വയിൽ സ്ട്രേറ്റ് മദാം ഡയറക്ഷനിൽ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും മദാമിലെത്തും. എക്സിറ്റ് 85 എടുത്തിട്ട് ബ്രിഡ്ജിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മദാമിന്റെ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റും. ഞാൻ 2021 DAP ട്രാവൽ തുടങ്ങിയത്. ഇപ്പൊ ഇവിടെ 3-7 ആകുമ്പോൾ എത്തി. ഏകദേശം 45-46 മിനിറ്റ് കൊണ്ട് DAP മദാമിൽ എത്താൻ പറ്റും. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും മദാമിലുണ്ട്. സ്കൂളാണെങ്കിൽ അൽദയിലുണ്ട്, അൽസബ എന്തിന്റെ സ്കൂള്, പിന്നെ ചെറിയ റെസ്റ്റോറന്റുകളുണ്ട്, ഗ്രോസറികളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സീറോ ട്രാഫിക്കിൽ DAP ജബലയിൽ 45-50 മിനിറ്റ് കൊണ്ട് മദാമിലെത്താം. ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ നിങ്ങൾക്ക് പാർക്കിങ്ങിന് വരുന്നത് പ്രൈവറ്റ് ആണ്. ഓൾമോസ്റ്റ് അതേ പൈസയ്ക്ക് തന്നെ നിങ്ങളുടെ വണ്ടിക്ക് മന്തിൽ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മദാമിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയും 1 ബെഡ്റൂം ഒക്കെ കിട്ടും. മദാമിന്റെ ലൊക്കേഷൻ വേണ്ടവർ ജസ്റ്റ് തന്നെ DM ചെയ്താൽ മതി. ഡിസർട്ട് സഫാരിക്ക് പേര് കേട്ട സ്ഥലം കൂടിയാണ് കേട്ടോ മദാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അരിയും ഗോതമ്പും പൊടിപ്പിക്കാൻ വേണ്ടി മില്ലുകളിൽ പോവാറില്ലേ? അറബികൾ ഗോതമ്പ് അരിയും പൊടിപ്പിക്കാൻ വരുന്ന മില്ലുകൾ നിങ്ങൾക്ക് മദാമിൽ കാണാൻ പറ്റും. 1 വർഷമായിട്ട് ഞാൻ അൽമദാമിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന പോലെ സ്വസ്ഥതയിൽ താമസിക്കാം. മാത്രമല്ല DAP ജബലയിൽ ഭാഗത്തേക്കൊക്കെ 45-50 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റൂട്ടാ. മദാമിലേക്ക് വരുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിനോദേട്ടനെ സമീപിച്ചാൽ മതി. വിനോദേട്ടൻ നിങ്ങൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യട്ടോ. അസൽഗോ റോഡ് വഴി വരികയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലഹബാബ് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്ന് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മദാം എന്ന സ്ഥലത്ത് എത്താൻ പറ്റൂട്ടാ. ഫ്രീ പാർക്കിങ്ങും ചീപ്പർ അക്കോമഡേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ലഹബാബ്, നസ്വ, മദാം ഈ 3 സ്ഥലങ്ങളും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ.